അവൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അവന് ഇതുപോലെ നല്ല ഡിസബിലിറ്റി ഉണ്ട്. നടക്കാൻ പറ്റും, പക്ഷേ ഇതുപോലെ മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ 2 കൈകളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ് കഴിഞ്ഞാലും മുഖമൊക്കെ ഇടിച്ചായിരിക്കും വീഴുന്നത്. നമ്മൾ കൈകളുള്ളത് നമുക്ക് അറിയത്തില്ല, നമുക്ക് കുത്തിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ അയ്യോ അതുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. ഈ പറയുന്ന പോലെ അവൻ്റെ മുകളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ നമുക്കൊരു കമ്പനിയുണ്ട്. കമ്പനിയുടെ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് 2 ഷെർപ്പന്മാരെ ഇവൻ്റെ കൂടെ ഇട്ടു. ഒരു ഷെർപ്പ ഫ്രണ്ടിൽ ഇവനെ പിടിക്കും, കൈകൊണ്ടല്ല, ഒരു റോപ്പുമായിട്ട് കണക്ട് ചെയ്ത് പുറകിൽ വേറൊരാൾ പിടിക്കും. കാരണം ഇവൻ വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും. പല സ്ഥലത്തും നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് കൈ കുത്തിയെങ്കിലും രക്ഷപ്പെട്ട് പിടിച്ച് നിൽക്കാമല്ലോ. കൈയില്ലാത്ത ഒരാൾ എങ്ങനെ കാലം കൊണ്ട് തൂങ്ങി നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ടാസ്ക് ആണ് എനിക്കും ടീമിനും ഒക്കെ. പിന്നെ ഞങ്ങളൊരു 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു കൊച്ചു പയ്യനല്ലേ, അവൻ വന്നപ്പോൾ തന്നെ ആ ടീമുകാർക്ക് എല്ലാം സന്തോഷമായി. അവൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം പക്ക സ്റ്റേ ഉണ്ട് നമുക്ക്. ഹൗസിൽ തന്നെ ആയിരിക്കും. ടെന്റ് ഹൗസ് എന്നാ പറയുക, ടീ ഹൗസ് എന്നാ പറയുന്നത്. അവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഡിഫിക്കൽട്ടി ഉണ്ടായി, അവനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് പിന്നെ നമ്മൾ സാധാരണ ആൾക്കാരുടെ കൂടെ അത്ര സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാൻ വലിയ പാടാണ്. അപ്പോൾ അവന് ചിലപ്പോൾ കാലുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, എന്നാലും കഴിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ, പെട്ടെന്ന് ഈ ഒരു ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടത്തുമില്ല, അതുകൊണ്ട് എനർജി കിട്ടത്തില്ല. പിന്നെ ചെറിയ ചെറിയ ശ്വാസം മുട്ടലൊക്കെ വരുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നും. ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അതെല്ലാം ഓവർകം ചെയ്ത് അവൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. നമുക്ക്